പ്രിയമുള്ളവരെ, വയലാർ രാമവർമ്മ എന്ന പേരിനേക്കാൾ പ്രധാനം വയലാർ എന്ന പേരാണ്. വളരെ യാദൃച്ഛികമായിട്ട് പുന്നപ്ര വയലാർ രക്തസാക്ഷി ദിനത്തിൽ തന്നെയാണ് വളരെ ചെറിയ പ്രായത്തിൽ വയലാർ രാമവർമ്മ നമ്മൾ വിട്ടുപോയത്. അദ്ദേഹത്തിൻ്റെ ചരമദിനവും വയലാർ ദിനവും ഒരു ദിവസം തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ മഹത്വം മലയാളികളായ ആസ്വാദകരെ സംഗീതത്തിൻ്റെ പശ്ചാത്തലത്തോടുകൂടി കാവ്യലോകത്തേക്ക് കൈപിടിച്ചുയർത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നതാണ്. കേരളം ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളിൽ നിന്നും ഒരു പരിധിവരെ മോചിതരാവുകയും നവോത്ഥാന പ്രസ്ഥാനത്തിൻ്റെ മൂല്യങ്ങൾ ജീവിതത്തിൽ പകർത്തുകയും ശാസ്ത്രബോധത്തിൻ്റെയും സത്യാന്വേഷണത്തിൻ്റെയും പുരോഗമനാത്മകമായ വീതിയിലൂടെ സഞ്ചരിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥാവിശേഷം കേരളത്തിനുണ്ട്. അത്തരത്തിലുള്ളൊരവസ്ഥ ഉണ്ടാക്കുന്നതിന് നവോത്ഥാന പ്രസ്ഥാനങ്ങളെ പോലെ തന്നെ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചത് കവിതകളും പാട്ടുകളും മറ്റു സാഹിത്യ രൂപങ്ങളുമാണ്. അതിൽ 20-ാം നൂറ്റാണ്ടിൻ്റെ മധ്യകാലഘട്ടത്തിൽ കേരളം ചുവന്നു വരുന്നതിന് പ്രധാനപ്പെട്ട പ്രചോദകമായത് ഒട്ടേറെ നാടകങ്ങളും ഒട്ടേറെ വിപ്ലവഗാനങ്ങളും നാടകഗാനങ്ങളും ഒക്കെ തന്നെയായിരുന്നു. കവിതകളും നല്ല സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. അതിൽ പ്രത്യക്ഷമായി രാഷ്ട്രീയ മുദ്രാവാക്യങ്ങളെ ബേസ് ചെയ്തുകൊണ്ട് കവിത എഴുതിയ കവികളുണ്ട്. പരോക്ഷമായി ഇടശ്ശേരിയെ പോലെ പരോക്ഷമായി വിപ്ലവ പ്രവർത്തനങ്ങളെ പ്രചോദിപ്പിച്ച കവികളുമുണ്ട്. എന്നാൽ പ്രത്യക്ഷ രംഗത്തിറങ്ങിയ ഒരു കവിത്രയം, 3 കവികൾ, അത് വയലാർ, ONV കുറുപ്പ്, P ഭാസ്കരൻ ആയിരുന്നു. അവര് മുദ്രാവാക്യങ്ങളെ ഭാവുകത്വത്തോടുകൂടിയും ഭാവനാത്മകമായും സാങ്കല്പികമായും സൗന്ദര്യബോധത്തിൽ അധിഷ്ഠിതമായി കവിതകളാക്കി മാറ്റിയ വിപ്ലവ കവിതാ ത്രിമൂർത്തികളായിരുന്നു. അവരുടെ സാന്നിധ്യവും KPSC എന്ന് പറയുന്ന നാടക പ്രസ്ഥാനത്തിൻ്റെ സാന്നിധ്യവും കേരളത്തിലെ ചുവന്ന മണ്ണിലേക്കുള്ള യാത്രയിൽ ഏറെ പ്രചോദിപ്പിച്ചിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട നിമിത്തമായി മാറിയത് വയലാറിൻ്റെ കവിതകളും പാട്ടുകളുമാണ്. അദ്ദേഹം KPSCക്ക് വേണ്ടി നാടകഗാനങ്ങൾ എഴുതി ശ്രദ്ധേയനായെങ്കിലും അദ്ദേഹത്തിൻ്റെ പ്രതിഭ ഒട്ടേറെ കവിതകളിൽ അവതരിപ്പിക്കുകയുണ്ടായി. ആ കവിതകൾ അദ്ദേഹത്തിൻ്റെ ജന്മദർശനങ്ങളായിരുന്നു. അദ്ദേഹം ഒരു രാജകുടുംബത്തിൽ എന്ന് പറഞ്ഞാൽ ക്ഷത്രിയ കുടുംബത്തിൽ, വർമ്മ എന്ന് പറയുന്നത് ക്ഷത്രിയ കുടുംബമാണ്. ക്ഷത്രിയ കുടുംബത്തിൽ ജനിച്ചതുകൊണ്ട് തന്നെ വളരെ ബാല്യത്തിൽ തന്നെ സംസ്കൃതവും കാവ്യവും ഇതിഹാസ പുരാണാദികളും വേദങ്ങളും ഉപനിഷത്തുകളും അദ്ദേഹം നന്നായി പഠിച്ചിരുന്നു. ആ പഠിച്ചതിൻ്റെതായ ആസ്തികതയുടെ ഈശ്വരവിശ്വാസത്തിൽ അധിഷ്ഠിതമായിരിക്കുന്ന ഒരു തത്വശാസ്ത്രത്തിൻ്റെ ദർശനങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ വളരെ പ്രചോദനം നടത്തിയിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം യുവാവായിരിക്കുന്ന കാലത്ത് 1940കളിൽ കേരളത്തിലെ സ്വാതന്ത്ര്യ സമരം കൊടുമ്പിരിക്കൊണ്ടിരിക്കുമ്പോഴും കേരളത്തിലെ വിപ്ലവ പ്രവർത്തനങ്ങൾ രൂക്ഷമായി വരുന്ന കാലഘട്ടത്തിൽ അദ്ദേഹം 20 വയസ്സുള്ളപ്പോഴാണ് വയലാറിലെ വെടിവെപ്പ് കേൾക്കുന്നത്, അതിൻ്റെ ശബ്ദം കേൾക്കുന്നത്. ആ വയലാർ വെടിവെപ്പും തുടർന്നുണ്ടായ പോരാട്ടങ്ങളും അതിൻ്റെ പ്രതികരണങ്ങളുമെല്ലാം അദ്ദേഹത്തെ മനുഷ്യകേന്ദ്രീകൃതമായ ചിന്തയിലേക്ക് ഉയർത്തിക്കൊണ്ടുവന്നു. ദന്തഗോപുരങ്ങളിൽ നിന്ന് അദ്ദേഹം ഇറങ്ങി വന്ന് സാധാരണ മനുഷ്യര് കുതുമ്പുവെള്ളം തുഴഞ്ഞു വരുന്ന കൊച്ചുകുലക്കള്ളികളുടെ കൂരകളിലും കുടിലുകളിലും അദ്ദേഹത്തിൻ്റെ ഭാവനകൾ മേഞ്ഞു നടന്നു. അങ്ങനെ മേഞ്ഞു നടന്നപ്പോൾ അദ്ദേഹം കേരളത്തിലെ ഇടതുപക്ഷ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളുടെ പടപ്പാട്ടുകാരനായിട്ട് രംഗത്ത് വരികയായിരുന്നു. അങ്ങനെ രംഗത്ത് വരുമ്പോഴും അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഭാരതത്തിൻ്റെ ഇതിഹാസ പുരാണാദികളുടെ ചിന്തകൾ സ്വാധീനം ചെലുത്തിയിരുന്നു. ആ ചിന്തകളും ഈ വിപ്ലവ ബോധവും തമ്മിലുള്ള വൈരുദ്ധ്യം
ആ വൈരുദ്ധ്യം സമഞ്ജസമായി മേളിച്ചുകൊണ്ട് തീസിസും ആന്റിതീസിസും ചേർന്നാൽ ഒരു സിന്തസിസ് ഉണ്ടാകുന്നത് പോലെ ആ സിന്തസിസ് ആയിരുന്നു വയലാറിന്റെ കവിതകൾ. പക്ഷെ അദ്ദേഹം ഇതിഹാസ പുരാണാദികളെ അതിൻ്റെ അന്ധവിശ്വാസത്തിന്റെയും അനാചാരങ്ങളുടെയും മൂടുപടത്തെ എടുത്തു മാറ്റിയിട്ട് യഥാർത്ഥ ഭാരതീയ ദർശനങ്ങൾ എന്താണ്, ഇന്ന് പൗരോഹിത്യ മേധാവിത്വവും വർഗീയവാദികളും പറയുന്നത് പോലെ വിഗ്രഹത്തിൽ അധിഷ്ഠിതമായിരിക്കുന്ന ഒരു ദൈവവിശ്വാസമല്ല, വിഗ്രഹത്തിനതീതമായ പ്രപഞ്ചബോധത്തിന്റെ മാനവിക ബോധത്തിന്റെ വേരുകൾ ഭാരതീയ തത്വശാസ്ത്രത്തിൽ അദ്ദേഹം കണ്ടെത്തി. അതുകൊണ്ട് അദ്വൈത ദർശനങ്ങൾ മനുസ്മൃതിയുടെ കാലഘട്ടത്തോടുകൂടി, ചാതുർവർണ്ണ്യത്തിന്റെ കാലഘട്ടത്തോടുകൂടി അദ്വൈത ദർശനങ്ങളെല്ലാം പൂണൂലണിയിക്കപ്പെട്ടതിനെ അദ്ദേഹം എതിർത്ത് സംസാരിച്ചു. അതുകൊണ്ടാണ് വർഗീയവാദികൾ ഇന്ത്യ രാജ്യത്ത് ഇന്ന് മുടിയഴിച്ചാടുന്ന കാലഘട്ടത്തിലും കേരളത്തിൽ അതിന് വേര് പിടിക്കാതിരിക്കാൻ കാരണം വിശ്വാസികളായ ആളുകളെ യഥാർത്ഥ തത്വശാസ്ത്രത്തിന്റെയും യഥാർത്ഥ മാനവികതയുടെയും പക്ഷത്തേക്ക് കൊണ്ടുവരുന്നതിൽ വയലാറിന്റെ കവിതകൾ നല്ല സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രശസ്തമായ സർഗസംഗീതം എന്ന കവിത, അതിന്റെ ആരംഭത്തിൽ തന്നെ അദ്ദേഹം പറയുന്നു, ആരണ്യാന്തരഗഹ്വരോദര തപസ്ഥാനങ്ങളിൽ സൈന്ധവോദാരശ്യാമ മനോഭിരാമ പുളിനോപാന്ത പ്രദേശങ്ങളിൽ ആരന്തർമുഖമി പ്രപഞ്ച പരിണാമോ ഭിന്ന സർഗക്രിയാസാരം തേടി അലഞ്ഞു പണ്ട് അവരിലെ ചൈതന്യമെന്തർശനം. ഗുഹകൾക്കകത്തും സിന്ധുനദിയുടെ പുളിനങ്ങളിലും കാട്ടിനകത്തും ഇരുന്നിട്ട് ഈ പ്രപഞ്ചത്തിന്റെ പരിണാമത്തിന്റെ സർഗാത്മകതയുടെ സാരമെന്തെന്ന് തേടി അലഞ്ഞ ഋഷിമാരുടെ ദർശനം എന്റെ ദർശനം തന്നെയാണെന്ന് അദ്ദേഹത്തിന്റെ മാനിഫെസ്റ്റോ ആയിട്ട് സ്വയം പ്രഖ്യാപിക്കാനുള്ള കരുത്തുണ്ടായി. അങ്ങനെ ആ കവിതയിൽ അദ്ദേഹം വാളല്ലൻ സമരായുധം ജനജനധ്വാനം മുഴക്കിയിടുവാനാളല്ലൻ കരവാളുവിറ്റൊരു മണിപ്പൊൻ വീണ വാങ്ങി ഞാൻ രാഗം താളലയ ശ്രുതികൾക്കല്ലാതൊന്നും ഓളക്കുത്തുകൾ തീർക്കാൻ കഴിയുകയില്ല മമ പ്രേമതീർത്ഥങ്ങളിൽ എന്ന് അദ്ദേഹം പാടി. വാളല്ലൻ സമരായുധം എന്ന വരികളെ ഏറെ വിമർശനത്തിനിടയാക്കിയ വരികളാണത്. ഏറെ കല്ലേറ് കൊള്ളേണ്ടി വന്നു അദ്ദേഹം. വയലാർ വിപ്ലവം ഉപേക്ഷിച്ചു, വീണ മീട്ടാൻ തുടങ്ങി എന്നൊക്കെ പറഞ്ഞു. സത്യത്തിൽ എന്താണ് അതിന്റെ അർത്ഥം? അദ്ദേഹം ചാതുർവർണ്ണ്യത്തിന്റെ ഭാഗമായിട്ടുള്ള ക്ഷത്രിയനാണ്. ക്ഷത്രിയന്റെ ജോലി വാളെടുത്ത് യുദ്ധം ചെയ്യലാണ്. പക്ഷെ അദ്ദേഹം ഈ ചാതുർവർണ്ണ്യത്തെ നിഷേധിച്ചുകൊണ്ട് അതിന്റെ ധർമ്മങ്ങളെ, വർണ്ണാശ്രമ ധർമ്മങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിലായിരുന്നു. അതുകൊണ്ട് ഞാൻ ജന്മനാ ഒരു ക്ഷത്രിയനാണെങ്കിലും ഞാൻ വാളെടുത്ത് യുദ്ധം ചെയ്യലല്ല, എൻ്റെ ജോലി പാട്ടുപാടലാണ്. എൻ്റെ ജോലി താളം, രാഗം, ലയം, ശ്രുതി എന്നിവയില്ലാതെ മനുഷ്യന്റെ മനോരാജ്യങ്ങളിൽ കടന്നു കയറിയിട്ട് ആ പ്രേമതീർത്ഥങ്ങളിൽ ഓളക്കുത്തുകൾ തീർക്കാൻ കഴിയുകയില്ലെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു. മാനവികതയുടെ ആ പശ്ചാത്തലം അടിത്തറ ആർദ്രതയാണെന്നും ആർദ്രതയുടെ പശ്ചാത്തലം സൗന്ദര്യബോധമാണെന്നും ആ സൗന്ദര്യബോധം ഉണ്ടാകണമെങ്കിൽ കല, സാഹിത്യം, സംഗീതം ഉണ്ടാകണമെന്നും അദ്ദേഹം മനസ്സിലാക്കി. അതുകൊണ്ടാണ് അദ്ദേഹം കവിത എഴുത്ത് എന്ന് പറയുന്നത് കേവലം അദ്ദേഹത്തിന്റെ അന്തരാത്മാവിൽ നിന്നുള്ള ഒരു സ്വാഭാവികമായ ബഹിർഗമനം മാത്രമായിരുന്നില്ല, അതൊരു നല്ല സാമൂഹ്യ പ്രവർത്തനവും ഒരു വിപ്ലവ പ്രവർത്തനവും കൂടിയായിരുന്നു. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ മൂല്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് പാദമുദ്രകൾ പോലുള്ള കവിതകൾ അദ്ദേഹം എഴുതി. എന്നാൽ വിവിധ മതങ്ങളുടെ സാരങ്ങൾ ഒത്തുചേരാനുള്ള വ്യഗ്രതയിൽ അദ്ദേഹം യേശുക്രിസ്തുവിനെയും മുഹമ്മദ് നബിയെയും എല്ലാം തന്റെ കവിതയിലെ കഥാപാത്രങ്ങളാക്കി മാറ്റി. പ്രവാചകന്മാരെ കുറിച്ചും അവതാരങ്ങളെ കുറിച്ചും പുനർചിന്തനം നടത്തി. രാമായണത്തിലെ സീതയെ രാവണപുത്രി എന്ന ഒരു കവിതയിലൂടെ ഏകമുഖമായിരിക്കുന്ന രാമായണത്തിൽ നിന്ന് വ്യത്യസ്തമായി ബഹുമുഖമായിരിക്കുന്ന രാമായണ കഥകളെ പറ്റി അദ്ദേഹം നല്ല വ്യാഖ്യാനം ചെയ്തുകൊണ്ട് രാവണപുത്രി എന്ന കവിത എഴുതി. ആയിഷ എന്ന ഒരു കവിത, കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കേട്ട ഒരു കഥാപ്രസംഗമാണ് ആയിഷ എന്ന കവിതയെ കുറിച്ചുള്ള കഥാപ്രസംഗം.
ആ ആയിഷ എന്ന ഒരു കഥാകവിത അത് കേരളത്തിലെ സാധാരണ മനുഷ്യരുടെ ഹൃദയങ്ങളിൽ ആന്തോളനങ്ങളിൽ ഉണ്ടാക്കി. കൊന്തയും പൂണൂലും എന്ന കവിത, മുളങ്കാട് ഒരു ജൂദാസ് ജനിക്കുന്നു, കുചേലൻ കുഞ്ഞൻ നായർ, എൻ്റെ മാറ്റൊലി കവിതകൾ, നല്ല ഹൈമത ഭൂവിൽ, വേശ്യയുടെ കഥ, മഹാബലിക്കൊരു കത്ത്, കല്യാണ സൗഗന്ധികം തുടങ്ങിയ ഒരുപാട് കവിതകൾ അദ്ദേഹത്തിന്റെ ശ്രദ്ധേയമായ കവിതകളായിട്ടുണ്ടായിരുന്നു. കാവ്യലോകത്തിൽ നിന്ന് വയലാർ ഗാനലോക വീതികളിലൂടെ പ്രവേശിക്കുന്നതോടുകൂടി അദ്ദേഹം കവിതയ്ക്ക് അദ്ദേഹത്തിന്റെ മേഖലയിൽ നിന്ന് നഷ്ടമായത് ഗാനത്തിലൂടെ തിരിച്ചു പിടിക്കാൻ അദ്ദേഹത്തിന് കഴിയും. സംഗീതമപി സാഹിത്യം സരസ്വത്യാ സ്തനദ്വയം ഏകമാവാദമധുരം പരമാലോചനാമൃതം എന്ന ചൊല്ല് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. സംഗീതവും സാഹിത്യവും പരസ്പര ബന്ധിതങ്ങളാണ്. സാഹിത്യം എന്ന വാക്ക് തന്നെ ശബ്ദാർത്ഥ സഹിതമാകുന്നത് കൊണ്ടാണ് സാഹിത്യം. ശബ്ദവും അർത്ഥവും ചേരുമ്പോഴാണ്. ഈ ശബ്ദത്തിന്റെ മഹത്വം അദ്ദേഹം തിരിച്ചറിഞ്ഞു. അദ്ദേഹം ഒരുപാട് പാട്ടുകൾ നാദത്തെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട്. നാദത്തിൽ നിന്നാണ് പ്രപഞ്ചമുണ്ടായത് എന്ന് ഭാരത തത്വശാസ്ത്രവും നാദത്തിൽ നിന്നാണ് ലോകമുണ്ടായത് എന്ന് ബൈബിളിലും പറയുന്നു. ഇതിനെ രണ്ടിനെ കൊണ്ട് അദ്ദേഹം പാട്ടുകളിൽ എഴുതിയിട്ടുണ്ട്. ഓംകാരം ഓംകാരം ആദിമമന്ത്രം അനശ്വര മന്ത്രം നാദബ്രഹ്മബീജാക്ഷര മന്ത്രം ഓം എന്ന പാട്ട് അദ്ദേഹം എഴുതി. അത് തന്നെ അദ്ദേഹം ബൈബിളിലെ ആദിയിൽ വചനമുണ്ടായി, ആദിയിൽ വചനമുണ്ടായി, ആ വചനം രൂപമായി, ആദിയിൽ വചനമുണ്ടായി എന്ന പാട്ടും അദ്ദേഹം എഴുതി. ഈ നാദത്തിന്റെ പ്രത്യേകതകൾ അദ്ദേഹം തിരിച്ചറിഞ്ഞു. അതുകൊണ്ട് തന്നെ സംഗീതത്തിൽ ചാലിച്ചിട്ട് അവതരിപ്പിച്ചാൽ സാധാരണ ധാരണകളുടെ കവാടബന്ധനം നടത്തി അനുഭൂതി തലങ്ങളിലേക്ക് അർത്ഥത്തെ സന്നിവേശിപ്പിക്കാനും ചാലിച്ചു ചേർക്കാനും അദ്ദേഹത്തിന് സംഗീതത്തിന് കഴിയുമെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അങ്ങനെയാണ് വയലാർ ഗാനലോകത്തേക്ക് കടന്നത്. നാടകഗാനങ്ങളാണ് അദ്ദേഹം ഏറ്റവും ശ്രദ്ധേയമായത്. വിപ്ലവ പ്രവർത്തനങ്ങളിൽ ഏറ്റവും അടിത്തറയായ ബലികുടീരങ്ങളെ ബലികുടീരങ്ങളെ സ്മരണകളിരമ്പും രണസ്മാരകങ്ങളെ ഇവിടെ ജനകോടികൾ ചാത്തുന്നു നിങ്ങളിൽ സമരപുളകങ്ങൾ തൻ സിന്ദൂരമാലകൾ എന്ന ആ പാട്ട്, അതില് ഭാരത തത്വശാസ്ത്രവും വിപ്ലവ പ്രവർത്തനവും ഒത്തുചേരുന്ന ഹിമഗിരി മുടികൾ കൊടികൾ ഉയർത്തി കടലുകൾ വടകമുയർത്തി യുഗങ്ങൾ നീന്തി നടക്കും ഗംഗയിൽ വിരിഞ്ഞു താമരമുകുളങ്ങൾ നിങ്ങൾ നിന്ന സമരാങ്കണ ഭൂവിൽ നിന്നണിഞ്ഞ കവചങ്ങളുമായി വന്നു ഞങ്ങൾ മലനാട്ടിന് മണ്ണിൽ നിന്നിതാ പുതിയ ചെങ്കോടി നേടി. ആലോചിച്ച് നോക്കുക, യുഗങ്ങൾ നീന്തി നടക്കുന്ന ഗംഗയിൽ താമരപ്പൂ വിരിയുമ്പോഴും ആ ദർശനങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് മലനാട്ടിൽ ചെങ്കൊടി നേടിക്കൊണ്ട് വരുന്ന ഭൂപടങ്ങളിൽ ഒരു പുതിയ ഇന്ത്യ ഉണ്ടാവുന്നു. നിങ്ങൾ നോക്കൂ, അതുവരെ ഇന്ത്യ ഉണ്ടായിരുന്നു, പക്ഷെ ഭൂപടങ്ങളിൽ ഇല്ലാത്ത ഇന്ത്യ ബ്രിട്ടീഷ് ഇന്ത്യയായിരുന്നു. അതാണ് ഭൂപടങ്ങളിൽ ഒരു ഇന്ത്യ വിടർന്നു, ജീവിതങ്ങൾ തുടലൂരിയെറിഞ്ഞു, ചുണ്ടിൽ ഗാഥകൾ കരങ്ങളിൽ ഇപ്പോൾ ചെണ്ടുകൾ, പുതിയ പൗരന്മാരെ ഉണർത്തുന്നതിന് വേണ്ടി അദ്ദേഹം ബലികുടീരങ്ങളെ എന്ന പാട്ടുപാടി. ഏഴാം കടലിൻ അക്കരയുണ്ടോരീഴിലം പാല സാഗര കന്യക നട്ടുവളർത്തിയൊരീഴിലം പാല എന്ന പാട്ട്. മണ്ണാങ്കട്ടയും കരിയിലയും കൂടി മലയ്ക്ക് പോയി അച്ഛനും അമ്മയും കാണാതെ ആരോടും മിണ്ടാതെ എന്ന പാട്ട്. അമ്പല തുളസിക്ക് ശാകുന്തളം കഥയെ ആസ്പദമാക്കിയിട്ട് ദുഷ്യന്തൻ പാടുന്ന പാട്ടാണ്. ഈ പാട്ടിന്റെ ഒരു പ്രത്യേകത, അമ്പല തുളസിക്ക് തടംബ കഞ്ഞിരിക്കുന്ന തമ്പുരാട്ടി
കൊച്ചു തമ്പൂരാട്ടി നാടോടിപ്പാട്ടുകൾ തൻ നാലു കെട്ടിനകത്തുന്നു നാലഞ്ചു മുത്തനിക്ക് തന്നാട്ടേ. ഇതേ ആശയം തന്നെയാണ് ശകുന്തള എന്ന സിനിമയ്ക്ക് വേണ്ടി അദ്ദേഹം പാടിയ സ്വർണ്ണത്താമരയിതളിലുറങ്ങും കണ്വതപോവന കന്യകേ എന്ന പാട്ട്. ഇത് രണ്ടും ഒരേ കഥാസന്ദർഭമാണ്. പക്ഷെ രണ്ട് പാട്ടിലും ഒരു വാക്കുകൾ പോലും ആവർത്തിച്ചു വരാതെ രണ്ടും രണ്ട് തരത്തിലുള്ള അനുഭൂതി സൃഷ്ടിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. സ്വർഗവാതിൽ പക്ഷി ചോദിച്ചു ഭൂമിയിൽ സത്യത്തിന് എത്ര വയസ്സായി എന്നുള്ള പാട്ട്, ഭരതനാട്യക്കാരികളെ എന്ന പാട്ട്, ശർക്കര പന്തലിൽ തേന്മഴ ചൊരിയും ചക്രവർത്തി കുമാരാ നിന്മനോരാജ്യത്തെ രാജകുമാരിയായി വന്നു നിൽക്കാനൊരു മോഹം എന്ന പാട്ട്, ശബരിമലയിലും കല്ല് ശക്തീശ്വരത്തിലും കല്ല്. ഈ പാട്ട് ഇതിനെപ്പറ്റി തോപ്പിൽ ഭാസി ഒരു അനുഭവം പറയുന്നുണ്ട്. പിന്നെ സ്വാമി അയ്യപ്പ സിനിമക്ക് വേണ്ടി പാട്ട് എഴുതാൻ പോയ വയലാറ് KPSCക്ക് നാടകഗാനം എഴുതാൻ വേണ്ടി തോപ്പിൽ ഭാസിയുടെ അഭ്യർത്ഥന പ്രകാരം ആലുവയിലെത്തിയിട്ട് അദ്ദേഹം സ്വാമി അയ്യപ്പൻ സിനിമയിലെ സ്വാമി ശരണം ശരണമെൻ്റയ്യപ്പ സ്വാമി അല്ലാതൊരു ശരണമില്ലയ്യപ്പ ഹരിഹര സൂതനെ ശരണം പൊന്നയ്യപ്പ അവിടുന്നല്ലാതൊരു ശരണമില്ലയ്യപ്പ എന്ന പാട്ട്. അതുപോലെ തേടി വരും കണ്ണുകളിൽ ഓടിയെത്തും സ്വാമി. ആ പാട്ടിന്റെ പ്രത്യേകത ഈ സ്വാമി ശബരിമല അയ്യപ്പൻ ബുദ്ധനാണ് എന്നൊരു ചരിത്ര വസ്തുതയുണ്ട്. അത് അദ്ദേഹം വളരെ മനോഹരമായിട്ട് ആ പാട്ടിൽ വിഷ്ണുവും നീ ശിവനും നീ ശ്രീ മുരുകനും നീ പരാശക്തിയും നീ ബുദ്ധനും നീ അയ്യപ്പ സ്വാമി, ഇത്ര മനോഹരമായിട്ടാണ് ആ ചരിത്ര വസ്തുത അദ്ദേഹം അതിൽ പ്രവേശിപ്പിച്ചത്. അതുള്ള പാട്ട്. അതുപോലെ ശബരിമലയിൽ തങ്ക സൂര്യോദയം എന്ന പാട്ട്. അതില് ഈ ഭസ്മം നെറ്റിയിൽ പ്രസാദം തൊടുന്നതിന്റെ അർത്ഥം എന്താണ് എന്നതിന് എല്ലാ ഭക്തന്മാർക്ക് പോലും ഒരു ഉപദേശമാണ്. നെഞ്ചിലെ വെളിച്ചത്തിൻ കതിരെടുത്ത് അതിൽ നിൻ പ്രസാദം ചാലിച്ച് നെറ്റിയിലിട്ട് എന്ന് പറയുന്നു. എന്ന് പറഞ്ഞാൽ പ്രസാദത്തിൽ സ്വന്തം നെഞ്ചിലെ പ്രകാശം ചാലിച്ചിട്ടാണ് നെറ്റിയിലിടേണ്ടത് എന്ന മനോഹരമായ പാട്ടുകൾ എഴുതിയതിനെ പറ്റിയിട്ട് വയലാർ പറഞ്ഞു. അപ്പോ തോപ്പിൽ ഭാസി പറഞ്ഞു ഇത് പാർട്ടി വേദികളിൽ അവതരിപ്പിക്കുന്ന നാടകത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പാട്ടാണ്, നിങ്ങൾ എഴുതിക്കോ. അങ്ങനെ കടലാസിലെടുത്ത് വയലാർ എഴുതാൻ തുടങ്ങി. ആദ്യം തന്നെ ശബരിമല എന്നാണ് എഴുതിയത്. ശബരിമല എന്ന് എഴുതിയപ്പോ തോപ്പിൽ ഭാസി പറഞ്ഞു നീ ഇപ്പോഴും സ്വാമി അയ്യപ്പ സിനിമയുടെ ഹാങ് ഓവറിലാണോ, നീ മാറിയിട്ടില്ലെന്ന് ചോദിച്ചപ്പോ വയലാർ പറഞ്ഞു ഭാസി നിൽക്ക് മുഴുവൻ ഞാൻ എഴുതട്ടെ. അങ്ങനെയാണ് വയലാർ ശബരിമലയിലും കല്ല് ശക്തീശ്വരത്തിലും കല്ല് തിരുപ്പതി മലയിലും ഗുരുവായൂരിലും തൃച്ചംബരത്തും കല്ല് കല്ലിനെ തൊഴുന്നവരെ നിങ്ങൾ കൽപ്പണിക്കാരെ മറക്കരുതേ മറക്കരുതേ എന്ന് പാടിയപ്പോ ഭാസി കൈയടിച്ചു എന്നാണ് ആ ഭാസി തന്നെ പറഞ്ഞിരിക്കുന്നത്. അത്തരത്തിൽ ഉള്ള പാട്ടുകൾ. പിന്നെ പൂവനങ്ങൾക്കറിയാമോ ഒരു പൂവിൻ വേദന എന്ന പാട്ട്, തലയ്ക്കുമീതെ ശൂന്യാകാശം താഴെ മരുഭൂമി തപസ്സു ചെയ്യും വേഴാമ്പൽ ഞാൻ ദാഹജലം തരുമോ എന്ന പാട്ട്. ഇത്തരത്തിൽ പാമ്പുകൾക്ക് മാളമുണ്ട് എന്ന പാട്ട്. ഇത്തരത്തിൽ ഒരുപാട് നാടകഗാനങ്ങളിലൂടെ അദ്ദേഹം പ്രത്യക്ഷപ്പെട്ടു. പിന്നീട് കേരളത്തിന്റെ ചരിത്രത്തിൽ ആളുകളുടെ പുതിയ യുവാക്കൾക്ക് ഉള്ളിൽ ഒരു പ്രകാശത്തിന്റെ ദർശനം ഉണ്ടാക്കുന്ന ഒരു പാട്ട്. അദ്ദേഹത്തിന്റെ ഒരു സിനിമാ ഗാനം തുലാഭാരം എന്ന സിനിമയ്ക്ക് വേണ്ടി അദ്ദേഹം ഒരു എഴുതിയ പാട്ടുണ്ട്. അതില് നായകൻ നസീറാണെന്ന് തോന്നുന്നു. നസീർ പിന്നെ തൻ്റെ ഓണത്തിന് തൻ്റെ കുഞ്ഞിനൊരു കുപ്പായം വാങ്ങാനും ഒരു പായസം വെക്കാനും ശർക്കര വാങ്ങാനും വേണ്ടി
കയർ ഫാക്ടറിയിൽ ബോണസ് കിട്ടുമെന്ന് അന്വേഷിക്കാൻ പോയി. ബോണസും ഇല്ല, കൂലിയും ഇല്ല, ഫാക്ടറി പൂട്ടി, മുതലാളി സ്ഥലം വിട്ടിരിക്കുന്നു, ഓണത്തിന് പട്ടിണിയാണ്. ആ പട്ടിണിയായിരിക്കും എന്നുള്ള സങ്കടത്തോടു കൂടി വീട്ടിൽ വരുമ്പോൾ ഭാര്യ ഭർത്താവ് തന്റെ ഓണവിഭവങ്ങളുമായിട്ട് വരുന്നുണ്ടാകുമെന്ന പ്രതീക്ഷയിൽ ഭാര്യ കുഞ്ഞിനെ തൊട്ടിലിട്ട് പാടുന്ന ഒരു താരാട്ടുപാട്ടുണ്ട്. ആ താരാട്ടുപാട്ട് ഓമനത്തിങ്കളിനോണം പിറക്കുമ്പോൾ താമരക്കുമ്പിളിൽ പനിനീര്. ഓമനത്തിങ്കളിനോണം പിറക്കുമ്പോൾ താമരക്കുമ്പിളിൽ പനിനീര് എന്ന് ഭാര്യ പാടുന്നത് കേട്ടിട്ട് ഭർത്താവ് പറയാ, ഓണം പിറന്നാലും ഉണ്ണി പിറന്നാലും ഓരോ കുമ്പിൽ കണ്ണീര്, മണ്ണിലോരോ കുമ്പിൽ കണ്ണീര്. അന്ന് കോരന് കുമ്പിളിൽ തന്നെ കഞ്ഞി കിട്ടുന്ന ആ കാലഘട്ടത്തിന്റെ ദൈന്യത. പക്ഷെ ഭാര്യ പിന്നെയും സ്വപ്നങ്ങൾ മെനയുന്നു. വൃശ്ചിക മാസത്തിൽ മാനത്തെ കുഞ്ഞിന് വെള്ളോട്ട് പാത്രത്തിൽ പാൽ കഞ്ഞി. അപ്പോ ഭർത്താവ് മറുപടി പറയുന്നത്, കണ്ണീരുപ്പിട്ട് കാണാത്ത വറ്റിട്ട് കർക്കിടകത്തിൽ കരിക്കാടി, കർക്കിടകത്തിൽ കരിക്കാടി. സ്വപ്നവും യാഥാർത്ഥ്യവും തമ്മിൽ പൊരുത്തമില്ല. ആ പൊരുത്തമില്ലാതിരുന്നപ്പോ അത് പൊരുത്തപ്പെടുത്താൻ വേണ്ടിയിട്ട് ഭാര്യ തന്റെ കുഞ്ഞിനിൽ പ്രതീക്ഷ അർപ്പിക്കുക. ഇനി ഭാവിയിൽ വാഗ്ദാനങ്ങളായിരിക്കുന്ന മോനെ, തൊട്ടിൽ കിടക്കുന്ന കുട്ടി, ഒന്നുറങ്ങൂ ഒന്നുറങ്ങൂ പൊന്നുഷസ് കണി കണ്ടുണരാൻ, ഒന്നുറങ്ങൂ. ഒരു പുതിയ പ്രഭാതം കണി കണ്ടുണരാനായിട്ട് അദ്ദേഹം കുഞ്ഞിനെ ആ സ്ത്രീ കുഞ്ഞിനെ ഓർക്കുകയാണ്. വയലാർ കേരളത്തിലെ യുവാക്കളെ ഒരു പുതിയ പ്രഭാതം കണി കണ്ടുണരാനായിട്ട് പഴയ പ്രവാചകന്മാരെയും തത്വശാസ്ത്രങ്ങളെയും മാത്രം പ്രതീക്ഷയെ മറപ്പിച്ച് ഇരിക്കുന്ന ലോകത്തോട് പറഞ്ഞു, കുതികൊള്ളുക മുന്നോട്ട്. പ്രപഞ്ചത്തിന്റെ കേന്ദ്രം ദൈവത്തിലല്ല, ആ പ്രപഞ്ചത്തെ മാറ്റിമറിക്കാൻ മനുഷ്യനിലും പ്രകൃതിയിലും വിശ്വാസം അർപ്പിച്ച, പ്രകൃതിയും ഈശ്വരനും ഞാനും നിന്റെ പ്രതിരൂപങ്ങളാണെന്ന് പാടിയ അല്ലേ. പ്രളയപയോധിയിൽ ഉറങ്ങിയുണർന്നൊരു പ്രഭാമയൂഖമേ കാലമേ, പ്രകൃതിയും ഈശ്വരനും ഞാനും നിന്റെ പ്രതിരൂപങ്ങളല്ലേ. അങ്ങനെ പ്രകൃതിയും മനുഷ്യനും ദൈവത്തിലും പരസ്പര ബന്ധിതമായ ഒരു വികാസത്തിന്റെ ധർമ്മശാസ്ത്രമാണ് അദ്ദേഹം അവതരിപ്പിച്ചത്. അല്ലാതെ എല്ലാം ദൈവകേന്ദ്രീകൃതമായ അനാചാര അന്ധവിശ്വാസ ജടിലമായ ബ്രാഹ്മണത്വത്തിന്റെ അല്ലെങ്കിൽ പൗരോഹിത്വ മേധാവിത്വത്തിന്റെ കീഴിൽ എല്ലാം അടിയറ വെക്കുന്ന വിധത്തിലേക്കുള്ള ഒരു ഈശ്വര വിശ്വാസത്തിൽ നിന്ന് മോചനം ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം പാടിയത്. അദ്ദേഹത്തിന്റെ ദൈവം ഹൃദയത്തിന്റെ പ്രകാശമായിട്ടായിരുന്നു. ശബരിമലയിൽ തങ്ക സൂര്യോദയം, ഈ സംക്രമ പുലരിയിൽ അഭിഷേകം എന്ന പാട്ടില് അതില് നെഞ്ചിലെ വെളിച്ചത്തിൻ കതിരെടുത്ത് അതിൽ നിൻ പ്രസാദം ചാലിച്ച് നെറ്റിയിലിട്ട്. നെഞ്ചിലെ വെളിച്ചത്തിന്റെ കതിരെടുത്ത് പ്രസാദത്തിൽ ചാലിച്ച് നെറ്റിയിലിട്ടില്ലെങ്കിൽ ആ പ്രസാദം പ്രസാദമല്ല എന്ന് പറഞ്ഞാൽ നെഞ്ചിൽ വെളിച്ചമില്ലാത്തവർക്കിടെ പ്രാർത്ഥനയും ഈശ്വരാരാധനയും വ്യർത്ഥമാണ് എന്ന് അദ്ദേഹം ഒച്ചത്തിൽ വിളിച്ചു പറയാൻ പറ്റി. അദ്ദേഹത്തിന്റെ ഗാനശാഖ, ഞാനിപ്പോ കുറച്ച് കാര്യങ്ങൾ കൂടി പറഞ്ഞ് എന്റെ സംസാരം അവസാനിപ്പിക്കാം. അദ്ദേഹത്തിന്റെ ഗാനശാഖയെ ഞാനൊരു 5-6 വിഭാഗങ്ങളായി തിരിക്കുകയാണ്. 1 രാഷ്ട്രീയ ഗാനങ്ങൾ, 2 പ്രണയഗാനങ്ങൾ, 3 പ്രകൃതി ഗാനങ്ങൾ, 4 ഫിലോസഫിക്കൽ ഗാനങ്ങൾ, 5 ഭക്തിഗാനങ്ങൾ. ഭക്തിഗാനങ്ങളിൽ ഹിന്ദു ഭക്തിഗാനങ്ങളുണ്ട്, ക്രിസ്തീയ ഭക്തിഗാനങ്ങളുണ്ട്, ഇസ്ലാം ഭക്തിഗാനങ്ങളുണ്ട്. പിന്നെ നാടോടി ഗാനങ്ങൾ എന്ന് പറഞ്ഞാൽ കഥകളെ കവിതയ്ക്ക് പ്രമേയമാക്കിക്കൊണ്ടുള്ള ആദിവാസികളുടെയും മറ്റൊക്കെ വിഷയങ്ങൾ ഉൾക്കൊള്ളുന്ന ഗാനങ്ങൾ. മറ്റൊന്ന് പിന്നെ തമാശ ഗാനങ്ങൾ. ഇത്തരത്തിൽ ഉള്ള ഒരുപാട് ഗാന മേഖലകൾ അദ്ദേഹത്തിനുണ്ട്. അതിൽ ചില ഉദാഹരണങ്ങൾ മാത്രം പറഞ്ഞ് ഞാൻ എൻ്റെ ഭാഷണം ചുരുക്കാം. അതിൽ ഏറ്റവും പ്രധാനം അദ്ദേഹത്തിൻ്റെ പ്രണയഗാനങ്ങളും ശൃംഗാരഗാനങ്ങളും
പ്രകൃതിയുടെ വിലോലഭാവങ്ങൾ അവതരിപ്പിക്കുന്ന ഗാനങ്ങളുമാണ്. ആ ഗാനങ്ങളെ പറ്റി പറയുകയാണെങ്കിൽ പാരിജാതം തിരുമിഴി തുറന്നു സ്വർണ്ണച്ചാമരം വീശിയെത്തുന്ന സ്വപ്നമായിരുന്നെങ്കിൽ ഞാൻ മഞ്ജുഭാഷിണി മണിയറ വീണയിൽ നിത്യകാമുകി ഞാൻ നിന്മടിയിലെ നിത്യവിപഞ്ചികയാകാൻ കൊതിച്ചു. താഴമ്പുമണമുള്ള തണുപ്പുള്ള രാത്രിയിൽ മാനസേശ്വരി മാപ്പു തരൂ ഉജ്ജയിനിയിലെ ഗായിക. കുടമുല്ലപ്പൂവിനും മലയാളി പെണ്ണിനും കായാമ്പൂ കണ്ണിൽ വിടരും സ്വപ്നസഞ്ചാരിണി നിന്റെ മനോരഥം. കൈതപ്പൂ വിശറിയുമായി കാറ്റേ കൂടെ വരൂ. സ്വർഗത്തേക്കാൾ സുന്ദരമാണി സ്വപ്നം വിളയും ഗ്രാമം. തുറന്നിട്ട ജാലകങ്ങൾ അടച്ചോട്ടേ. സ്വർഗപുത്രീ നവരാത്രി പച്ചമലയിൽ പവിഴമലയിൽ പട്ടുടുത്ത താഴ്വരയിൽ ദേവലോകരഥവുമായി തെന്നലേ തെന്നലേ പ്രിയം വദയല്ലയോ. സംഗമം സംഗമം ത്രിവേണി സംഗമം. പൂന്തേനരുവി പൊന്മുടിപ്പുഴയുടെ അനുജത്തി. കള്ളിപ്പാലകൾ പൂത്തു കാടൊരു വെള്ളിപ്പൂങ്കുട തീർത്തു. രാജശില്പി നീ എനിക്കൊരു പൂജാവിഗ്രഹം തരുമോ. കാറ്റു വന്നോ കള്ളനെ പോലെ സാമ്യമകന്നോരുദ്യാനമേ. താലിക്കുരുത്തോല പീലിക്കുരുത്തോല താമര താഴ്വര കുന്നിലെ പൊന്നോല. വെണ്ണ തോൽക്കുമുടലൂടെ ഇളം വെണ്ണിലാവിൻ തളിർ പോലെ. കണ്ണിനും കണ്ണാടിക്കും കാണാത്തിടത്തൊരു കസ്തൂരി മറുകുള്ള വർണ്ണക്കിളി. പ്രേമ ഭിക്ഷുകി ഭിക്ഷുകി ഭിക്ഷുകി. ഇന്ദ്രവല്ലരി പൂച്ചൂടി വരും സുന്ദര ഹേമന്തരാത്രി. ചിത്രശിലാപാളികൾ കൊണ്ടൊരു ശ്രീകോവിലകം ഞാൻ തീർത്തു. രൂപവതി രുചിരാംഗി രോമാഞ്ചം ചൂടി വരൂ. പുഷ്പമംഗലയാ ഭൂമിക്ക് വെളിപ്പുടവയുമായി വരും വെളുത്തവാവേ. കാദംബരി പുഷ്പസരസിൽ വെൺചന്ദ്രലേഖയൊരപ്സര സ്ത്രീ. വിപ്രലംബ ശൃംഗാര നൃത്തമാടാൻ വരും അപ്സര സ്ത്രീ. സംക്രമ വിഷുപക്ഷി സംവത്സര പക്ഷി. പൊന്മണി ചുണ്ടിനാൽ കാലത്തിൻ ചുമരിലെ പുഷ്പപഞ്ചാംഗങ്ങൾ മാറ്റി. നീ എത്ര പുഷ്പപഞ്ചാംഗങ്ങൾ മാറ്റി. ഇഷ്ടപ്രാണേശ്വരി എന്ന പാട്ട്. മരാളികേ മരാളികേ. സ്വപ്നലേഖേ നിന്റെ സ്വയംവര പന്തലിൽ ഞാൻ സഞ്ചാരി.
സ്വപ്ന സഞ്ചാരി മന്ദസമീരനിൽ ഒഴുകിയെത്തും മഞ്ഞപ്പളുങ്കൻ മലയിലൂടെ മാനന്തവാടിപ്പുഴയിലൂടെ സന്യാസിനി നിൻ പുണ്യാശ്രമത്തിൽ ഞാൻ സന്ധ്യാപുഷ്പവുമായി വന്നു. പാതിരാ തണുപ്പു വീണു, മഞ്ഞു വീണു, പാട്ടു നിർത്തി കിടപ്പൂരാ പാടി. പനി നീർമഴ, പൂമഴ, തേന്മഴ. ഈ പാട്ടിൽ വളരെ മനോഹരമായ കൺപീലികളിൽ തങ്ങി ചുണ്ടിലെ കമല കൂമ്പുകൾ നുള്ളി മാറിൽ പൊട്ടി തകർന്നു ചിതറി മൃദുരോമങ്ങളിലിടറി പൊക്കിൽ കുഴിയിൽ തടാകമായൊരു പവിഴമലത്തുള്ളി. അത് കാളിദാസന്റെ കുമാരസംഭവം എന്ന കാവ്യത്തിലെ സ്ഥിതാക്ഷണം ഭസ്മസുത അടിതാധര എന്ന ശ്ലോകത്തെയാണ് മനോഹരമായി തന്റെ ഒരു ഗാനത്തിൽ അദ്ദേഹം വയലാറ് അവതരിപ്പിച്ചിരിക്കുന്നത്. അനുരാഗമേ അനുരാഗമേ മധുര മധുരമാമനുരാഗമേ പൂവുകൾക്ക് പുണ്യകാലം മെയ് മാസ രാവുകൾക്ക് വേളിക്കാലം. സീമന്തിനി നിന്റെ ചൊടികളിലാരുടെ പ്രേമമൃദു സ്മേരത്തിൻ സിന്ദൂരം ചന്ദ്രകളഭം ചാർത്തിയുറങ്ങും തീരം. ഈ പാട്ടാണ് നരനായി ഇങ്ങനെ ജനിച്ചു ഭൂമിയിൽ നരകവാരിധി നടുവിൽ ഞാൻ എന്ന് പ്രാർത്ഥിക്കുന്ന വിഡ്ഢികളോട് മറുപടിയായിട്ട് ഈ നിത്യഹരിദയം ഭൂമിയിലല്ലാതെ മാനസ സരസുകളുണ്ടോ, ചന്ദ്രികയുണ്ടോ, സ്വപ്നങ്ങളുണ്ടോ, സ്വർണമരാളങ്ങളുണ്ടോ എന്ന് ചോദിച്ചത് അദ്ദേഹം. അതുകൊണ്ട് ഈ ഭൂമിയിൽ നിന്ന് ഈ നരകത്ത് തന്നെ കെട്ടിയെടുക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നവരെ പരിഹസിച്ചുകൊണ്ട് ഈ മനോഹര തീരത്ത് തരുമോ ഇനിയൊരു ജന്മം കൂടി എന്ന് അദ്ദേഹം പാടി. പിന്നെ കാട് കറുത്ത കാട് മനുഷ്യനാദ്യം പിറന്ന വീട് എന്ന പാട്ട്. മനസ്സൊരു സ്വപ്നഖനി മൗനം നിറയെ സരിഗമ പധനി. ഇവിടെ കാറ്റിന് സുഗന്ധം ഇതിലെ പോയത് വസന്തം. നാടൻ പാട്ടിലെ മൈന, നാടോടി പാട്ടിലെ മൈന മനക്കലത്തത്തേ മറക്കുടത്തത്തേ. നിശാസുരഭികൾ വസന്തസേനകൾ നടനമാടാൻ വരികയോ തളിർവലയോ താമരവലയോ താലിപ്പൊൻ വലയോ. നക്ഷത്ര ചൂടാമണികൾ ചാർത്തിയ ഇത്തരത്തിലുള്ള രസകരമായ നൂറുകണക്കിന് പ്രണയഗാനങ്ങൾ, പ്രകൃതി ഗാനങ്ങൾ. ഇതില് അദ്ദേഹത്തിന് ഈ തോണി, അമ്പലി ഇതൊക്കെ അദ്ദേഹത്തിന്റെ ഒരു പ്രധാനപ്പെട്ട വീക്ക്നെസ് ആയിരുന്നു. അതുമായി ബന്ധപ്പെട്ട് തോണിയുമായി ബന്ധപ്പെട്ട് കുറെ പാട്ടുകളുണ്ട് അദ്ദേഹം എഴുതിയത്. നദിയുമായി ബന്ധപ്പെട്ട ആ നദി എന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ട് ആയിരം പാദസരങ്ങൾ കിലുങ്ങി ആലുവാപ്പുഴ പിന്നെയുമൊഴുകി. നദി, കായല്, തോണി, ആകാശത്തോണിയായ അമ്പലി ഇത് അദ്ദേഹത്തിന്റെ മിക്ക കവിതകളിലും പാട്ടുകളിലും വരുന്ന ഒരു ബിംബങ്ങളാണ്. പെരിയാറേ പെരിയാറേ പർവ്വത നിരയുടെ പനിനീരെ പാലാഴി
കടവിൽ നീരാട്ടിനിറങ്ങിയ അഷ്ടമുടിക്കായലിലെ അന്നനടത്തോണിയിലെ ചിന്ന കിളി ചിങ്കാരക്കിളി അക്കരയ്ക്കുണ്ടോ അക്കരയ്ക്കുണ്ടോ വായോ വായോ ആകാശപ്പൊയ്കയിലുണ്ടൊരു പൊന്നും തോണി പുഴകൾ മലകൾ പൂവനങ്ങൾ ഭൂമിക്ക് കിട്ടിയ സ്ത്രീധനങ്ങൾ മേലേ മാനത്തെ നീലിപ്പുലയിക്ക് മഴ പെയ്താൽ ചോരുന്ന വീട് പാമരം പളുങ്ക് കൊണ്ട് പന്നകം കരിമ്പ് കൊണ്ട് കാറ്റുമൊഴുക്കും കിഴക്കോട്ട് കാവേരി വള്ളം പടിഞ്ഞാട്ട് ഒന്നാം മാനം പൂമാനം പിന്നത്തെ മാനം പൊന്മാനം പുഷ്പഗന്ധി സ്വപ്നഗന്ധി പ്രകൃതി നിന്റെ പച്ചില മേടയിലന്തിയുറങ്ങാനെന്തു രസം മാനത്തു കണ്ണികൾ മയങ്ങും കയങ്ങൾ മനോരമേ നിന്നയനങ്ങൾ പമ്പാ നദിയിലെ പൊന്നിന് പോകും പവിഴ വലക്കാര വലക്കാര അരയന്നക്കിളി ചുണ്ടൻ തോണി അമ്മാനക്കിളിത്തോണി ഇത്തരത്തിലുള്ള പാട്ടുകൾ. ഈ വടക്കം പാട്ട് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഹിറ്റായ സിനിമകളാണ്. ഈ വടക്കം പാട്ട് സിനിമകളിൽ നവോദയ അപ്പച്ചന്റെ ആ സിനിമാ പാട്ടുകളിലെല്ലാം തന്നെ അദ്ദേഹം എഴുതിയ പാട്ടുകൾ അതിന്റെ ആ ഒരു പാണനാരുടെ പാട്ടുകൾ പുത്തൂരം വീട്ടിൽ ജനിച്ചോരെല്ലാം പൂപോലഴകുള്ളോരായിരുന്നു എന്ന വഴി മുത്തുമണി പളുങ്കുവെള്ളം പുഴയിലെന്റെ മറിമാൻമിഴി മല്ലികത്തേൻ മൊഴി എന്ന പാട്ട് മുല്ല പൂത്തു മുള വിരിഞ്ഞു ഉദയഗിരി കോട്ടയിലെ ചിത്രലേഖേ എന്ന പാട്ട് ആടാം പാടാം ആരോമൽ ചേകവർ പണ്ടംഗം വെട്ടിയ കഥകൾ തുടങ്ങിയ വടക്കം പാട്ടുകളെല്ലാം ഫേമസ് ആക്കിയത് വയലാറിന്റെ പാട്ടുകളാണ്. പക്ഷെ വയലാറിന്റെ പാട്ടുകൾ സമൂഹത്തിൽ ഇടപെട്ടത് ഏറ്റവും പ്രധാനം അദ്ദേഹത്തിന്റെ ഫിലോസഫിക്കായ പാട്ടുകളും രാഷ്ട്രീയ പാട്ടുകളുമായിരുന്നു. ഫിലോസഫിക്കായ പാട്ടുകൾ എത്ര എണ്ണമാണ് അദ്ദേഹം എഴുതിയത്. ആ പാട്ടുകൾ എടുത്ത് അവതരിപ്പിക്കുമ്പോൾ അതിൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടത് പ്രവാചകന്മാരെ പറയൂ പ്രഭാതമകലയാണോ പ്രപഞ്ചശില്പികളെ പറയൂ എന്ന പാട്ട്. പിന്നെ ബൈബിളിലെ വചനം ആകാശത്തിലെ പറവകൾ വിതയ്ക്കുന്നില്ല കൊയ്യുന്നില്ല ചൊട്ട മുതൽ ചുടലവരെ ചുമടും താങ്ങി. മാനത്തു ദൈവമില്ല, മണ്ണിലും ദൈവമില്ല, മനസ്സിനുള്ളിലാണ് ദൈവമെന്ന് അദ്ദേഹം തന്റെ പാട്ടുകളിലൂടെ അവതരിപ്പിച്ചു. ബൈബിളിലെ പ്രപഞ്ചമുണ്ടായ ആദിയിൽ വചനമുണ്ടായി, ആ വചനം രൂപമായി. സ്വപ്നങ്ങളെ നിങ്ങൾ സ്വർഗകുമാരികളല്ലോ. കാറ്ററിയില്ല കടലറിയില്ല അലയും തിരയുടെ വേദന എന്ന പാട്ട്. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, ഓർമ്മ വേണമീ അദ്വൈത മന്ത്രം. കണ്ണു തുറക്കാത്ത ദൈവങ്ങളെ, കരയാനറിയാത്ത ചിരിക്കാനറിയാത്ത കളിമൺ പ്രതിമകളെ എന്നാണ്. ആണെങ്കിൽ അദ്ദേഹത്തെ കലബുർഗിയെ വെടിവെച്ച് പോകുന്ന പോലെ വെടിവെക്കാൻ ആളുണ്ടാവും. ഈ കണ്ണ് തുറക്കാത്ത കരയാനും ചിരിക്കാനും അറിയാത്ത കളിമൺ പ്രതിമകളെ എന്ന് ദൈവങ്ങളെ വിളിച്ചപ്പോ. പിന്നെ താണനിലത്തെ നീരോടു എന്ന പാട്ട്. കനകം മൂലം ദുഃഖം
കാമിനി മൂലം ദുഃഖം പത്മതീർത്ഥമേയുണരു മാനസ പത്മതീർത്ഥമേയുണരു. മലയാളത്തിൽ SP ബാലസുബ്രഹ്മണ്യം ആദ്യം പാടിയ ഒരു പാട്ടുണ്ട്. അത് ഏറ്റവും പ്രശസ്തമായ, മനുഷ്യനെ കേന്ദ്രീകരിച്ച, ഇബിലീസിനെ കണ്ടു, ദൈവങ്ങളെ കണ്ടു, മനുഷ്യനെ കണ്ടില്ല എന്ന പാട്ട്. അപ്പൊ വരികൾ പറയുന്ന ഈ കടലും മറുകടലും ഭൂമിയും വാനവും കടന്ന് 14 ലോകങ്ങൾ കാണാൻ ഇവിടന്നു പോണവരെ എന്ന പാട്ട്. പിന്നെ കാളിദാസൻ മരിച്ചു, കണ്വമാമുനി മരിച്ചു. പിന്നെ അദ്വൈതം ജനിച്ച നാട്ടിൽ, ആദിശങ്കരൻ ജനിച്ച നാട്ടിൽ. അതില് മതങ്ങൾ ജനിക്കും, മതങ്ങൾ മരിക്കും, മനുഷ്യനൊന്നേ വഴിയുള്ളൂ. നിത്യസ്നേഹം തെളിക്കുന്ന വീഥി, സത്യാന്വേഷണ വീഥി, യുഗങ്ങൾ രക്തം ചിന്തിയ വീഥി. യുഗങ്ങൾ വിപ്ലവങ്ങളിലൂടെ സത്യത്തെ അന്വേഷിച്ച് രക്തം ചിന്തിയ വീഥി മാത്രമേ നമുക്ക് മാർഗമുള്ളൂ എന്ന് അദ്ദേഹം പറഞ്ഞു. ചക്രവർത്തിനി നിനക്കു ഞാനെന്റെ എന്ന മനുഷ്യൻ, അദ്ദേഹത്തിന് ദേശീയ അവാർഡ് കിട്ടിയ പാട്ടാണ്. മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു, മതങ്ങൾ ദൈവങ്ങളെ സൃഷ്ടിച്ചു. ഈശ്വരൻ ഹിന്ദു അല്ല, ഇസ്ലാമല്ല, ക്രിസ്ത്യാനിയല്ല, ഇന്ദ്രനും ചന്ദ്രനുമല്ല. വീണപൂവേ കുമാരനാശാന്റെ വീണപൂവേ, ദൈവം തന്ന വീട് നമുക്കേത് എന്ന പാട്ട്. ഇതിഹാസങ്ങൾ ജനിക്കും മുമ്പേ, ഈശ്വരൻ ജനിക്കും മുമ്പേ എന്ന പാട്ട്. ഇതൊക്കെ അവസാനം അദ്ദേഹം ഒരു പ്രവാചകനെ പോലെ പറഞ്ഞു. സരസ്വതിയാമം കഴിഞ്ഞു എന്ന പാട്ടുണ്ടല്ലോ. ആ പാട്ട് എഴുതി ഏറെ കാലത്തിന് മുമ്പ് വയലാറ് ഇനിയും ഒരംഗത്തിന് ബാല്യമുണ്ടോ, അഗ്നികിരീടം ചൂടി അശ്വാരൂഢനായി കാലം അംഗം ജയിച്ചു വന്ന തറവാട്ടിൽ, ആ തറവാട്ടിൽ ഇനിയും എനിക്കൊരു അംഗത്തിന് ബാല്യമുണ്ടോ എന്ന് ചോദിച്ച ഏതാണ്ട് ഒരു അറമ്പറ്റിയ പോലുള്ള പാട്ടായിരുന്നു അദ്ദേഹം. അത് അദ്ദേഹം പിന്നെ പോവാൻ നോക്കുമ്പോൾ ഈ ഭൂമിയിൽ ഇനിയൊരു ജന്മം കൂടി തരുമോ എന്നൊരു അപേക്ഷയും കൊടുത്തു പോയ പാട്ടാണ്. ഇത്തരത്തിലുള്ള ഫിലോസഫിക്ക് പാട്ടും രാഷ്ട്രീയ ഗാനങ്ങൾ, സിന്ദാബാദ് സിന്ദാബാദ്, വിദ്യാർത്ഥി ഐക്യം സിന്ദാബാദ്, സഖാക്കളെ മുന്നോട്ട് 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 മുന്നോട്ട്. വിപ്ലവം ജയിക്കട്ടെ, വിഗ്രഹങ്ങൾ തകരട്ടെ, സഹ്യസാനുകൾ ഉണരട്ടെ, സുപ്രഭാതങ്ങൾ ചുവക്കട്ടെ എന്ന പച്ച രാഷ്ട്രീയ പാട്ടുപാടിയ ആള് തന്നെയാണ് നൂറുകണക്കിന് ഭക്തിഗാനം. ഇന്ന് കേരളത്തിലെ ഭക്തന്മാർ എപ്പോഴും ചുണ്ടുകളിൽ ഭജനകളിലെല്ലാം പാടുന്ന ചെത്തി മന്ദാരം തുളസി പിച്ചകമാലകൾ ചാർത്തി എന്ന കൊടുങ്ങല്ലൂരമ്മേ കൊടുങ്ങല്ലൂരമ്മേ എന്ന പാട്ട്. ഓംകാരം ഓംകാരം ആദിമ മന്ത്രം അനശ്വര മന്ത്രം എന്ന പാട്ട്. ഭഗവാനൊരു കുറവനായി, ശ്രീ പാർവതി കുറത്തിയായി, ശൃംഗാരൂപിണി ശ്രീ പാർവതി, സഖിമാരും ഒരുമിച്ചു പള്ളി നീരാട്ടിന് ധനുമാസ പൊയ്കയിലിറങ്ങി അമ്പാടി തന്നീലൊരുണ്ണി. ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ, ശബരിഗിരിനാഥ സ്വാമി ശരണമയ്യപ്പ. പാട്ടിൽ ഉള്ളിലുറങ്ങും അമ്പലക്കിളിയെ ഉണർത്തി എന്നൊരു മനോഹരമായ പ്രയോഗം അതിലുണ്ട്. 7 പൊന്നാന പുറത്തെഴുന്നള്ളും ഏറ്റുമാനൂരപ്പ എന്നത്. വൈക്കത്തപ്പനും ശിവരാത്രി, വടക്കും നാഥനും ശിവരാത്രി,
ശബരിമലയുടെ താഴ്വരയിൽ ശുചീന്ദ്രനാഥ സ്വയംവരമംഗല്യഹാരമിതാ എല്ലാം ശിവമയം ശിവശക്തിമയം ദേവി കന്യാകുമാരി അച്യുതാനന്ദ ഗോവിന്ദ മാധവ കൈലാസ ശൈലാധിനാഥ നാഥ കൈതൊഴാം ശ്രീപാദം തേടി വരും കണ്ണുകളിൽ ഓടിയെത്തും സ്വാമി തിരുവിളക്കിൻ കതിരൊളിയിൽ കുടിയിരിക്കും സ്വാമി. ശബരിമല ശാസ്താവ് ധർമ്മശാസ്താവായ ബുദ്ധനാണെന്ന ഒരു ചരിത്രപരമായ കണ്ടുപിടുത്തമുണ്ട്. അത് അദ്ദേഹം ഈ പാട്ടിൽ എത്ര മനോഹരമായിട്ടാണ് വിഷ്ണുവും നീ ശിവനും നീ ശ്രീ മുരുകനും നീ പരാശക്തിയും നീ ബുദ്ധനും നീ അയ്യപ്പ സ്വാമി എന്ന് പച്ചയിൽ പറയാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. ശബരിമലയിൽ തങ്ക സൂര്യോദയം. പിന്നെ ഏറ്റവും സ്വാമി അയ്യപ്പ ശബരിമല ഏറ്റവും പോപ്പുലറാക്കിയ പാട്ട് സ്വാമി ശരണം ശരണമെന്റെ അയ്യപ്പ സ്വാമിയല്ലാതൊരു ശരണമില്ലയ്യപ്പ എന്ന പാട്ടാണ്. ഹരിനാരായണ ഗോവിന്ദ ജയനാരായണ ഇങ്ങനെ ഹിന്ദു ഭക്തിഗാനങ്ങൾ. ഇനി ക്രിസ്തീയ ഭക്തിഗാനം ഓമന കൈലൊലീവിലെ കൊമ്പുമായി ഓശാന പെരുന്നാള് വന്നു ഓശാന പെരുന്നാള് വന്നു മുൾക്കിരീടമിതെന്തിനു തന്നു സ്വർഗസ്ഥനായ പിതാവേ ബലിയല്ല എനിക്കു വേണ്ടത് ബലിയല്ല നിത്യവിശുദ്ധയാം കന്യാമറിയമേ നിന്നാമം വാഴ്ത്തപ്പെടട്ടെ ദൈവപുത്രന് വീതിയൊരുക്കുവാൻ സ്നാപക യോഹന്നാൻ വന്നു ഈശോ മറിയം ഔസേപ്പേ ഈ പ്രതിജ്ഞകൾ കൊള്ളണമേ യെരൂശലേമിലെ സ്വർഗസുതാ യേശുനാഥ പിതാവേ പിതാവേ ഈ പാനപാത്രം തിരിച്ചെടുക്കേണമേ ദുഃഖിതരേ പീഡിതരേ നിങ്ങൾ കൂടെ വരൂ ഓശാന ഓശാന. ഇങ്ങനെ ക്രിസ്തീയ ഭക്തി ഗാനങ്ങൾ നൂറുകണക്കിന്. മുസ്ലിം ഗാനങ്ങൾ മുത്താണി എൻ്റെ മുത്താണി മുത്ത് നബി തന്ന മുത്താണി. ഒപ്പനപ്പാട്ടുകളിൽ ഏറ്റവും പ്രശസ്തമായ കസ്തൂരി തൈലമിട്ട് മൂടി മിനുക്കി മുത്തോട് മുത്തു വെച്ച വളകിലുക്കി. ഇനി തമാശപ്പാട്ടുകളാണെങ്കിലും നൂറുകണക്കിന് തമാശപ്പാട്ടുകളും വയലാർ എഴുതിയിട്ടുണ്ട്. ഏത് മരുന്നോ നല്ല മരുന്ന് അരമരുന്ന് പൊടിമരുന്ന് വാറ്റുമരുന്ന് നീറ്റുമരുന്ന് മരുന്നോ നല്ല മരുന്ന് വൈദ്യരേ വൈദ്യരേ വയ്യുമ്പം വയ്യുമ്പം വയറ്റിനകത്തൊരു പെടപെടപ്പ് എന്ന് പാട്ട്. പാപ്പി അപ്പച്ച അപ്പച്ചനോടോ അമ്മച്ചിയോടോ പാപ്പിക്ക് സ്നേഹം വൃശ്ചികപ്പെണ്ണെ പേടിപ്പെണ്ണെ പെറ്റിലപ്പാക്കുണ്ടോ എന്ന്. പിന്നെ കുരുവിപ്പെട്ടി നമ്മുടെ പെട്ടി കടുവാപ്പെട്ടിക്ക് വോട്ടില്ല എന്ന പാട്ട്. കളഭച്ചുവരു വച്ച മേട ഇളം പൂ കല്യാണമാല ഇന്നാർക്ക് ഇന്നാരെന്ന് എഴുതി വച്ചല്ലോ ദൈവം കല്ലിൽ എന്ന പാട്ട്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഈ ദളിത് പാട്ടുകൾ എന്ന് പറഞ്ഞാൽ ആദിവാസികളുടെ പാട്ടിന്റെ താളവും ലയവും ചേർത്ത് വെച്ചിട്ടുള്ള മനോഹരമായ പാട്ടുകൾ അദ്ദേഹം ഒരുപാട് എഴുതിയിട്ടുണ്ട്. ആ പാട്ടുകള് പിന്നെ കൈയോട് കൈ
മെയ്യോട് മെയ്, ചെമ്പാ ചെമ്പാ കുറവ എന്ന ആദിവാസി പാട്ട്, കാട് കുളിരണ് കൂട് കുളിരണ് മാറിലുണ്ടോ എന്ന പാട്ട്, കല്യാണ പ്രായത്തിൽ പെണ്ണുങ്ങൾ ചൂടുന്ന എന്ന കദളി കൺകദളി, ലതാ മങ്കേഷ്കർ പാടിയിട്ട് മലയാളത്തിൽ പ്രശസ്തമായ കദളി കൺകദളി ചെങ്കദളി പൂവേണോ. പിന്നെ പൂമാല പൂങ്കുഴലി പൂങ്കുഴലി നീരാട്ടിനു പോരു നീക്കിലം കിലുകിലം ഒരു കിളിമരത്തോണി. പിന്നെ ആയില്യം പാടത്തെ പെണ്ണേ എന്ന പാട്ട്, പൂന്തുറയിലരയന്റെ പൊന്നരയത്തി. ചെമ്മീൻ എന്ന സിനിമക്ക് വേണ്ടി പാടിയ പാട്ട്, ചെമ്മീൻ എന്ന നോവലിന്റെ ആ സിനിമയുടെ കഥ മുഴുവൻ. പണ്ടോരു മുക്കുവൻ മുത്തിന് പോയി, പടിഞ്ഞാറൻ കാറ്റത്ത് മുങ്ങിപ്പോയി, അരയത്തി പെണ്ണ് പിഴച്ചുപോയി, അവനെ കടലമ്മ കൊണ്ടുപോയി. ഒറ്റ പാട്ടിൽ പൂർണ്ണമായി ആ സിനിമയുടെ നോവലിന്റെ പ്രമേയം അവതരിപ്പിക്കുന്ന ആ ആദിവാസികൾ പാട്ട്. പിന്നെ ചരിത്രവുമായി ബന്ധപ്പെട്ട ഗുരുദേവ ഗുരുദേവ ശ്രീനാരായണ ഗുരുദേവ എന്ന പാട്ട്, പരശുരാമൻ മഴുവെറിഞ്ഞ് നേടിയതല്ല, തിരകൾ വന്ന് തിരുമുൽ കാഴ്ച നൽകിയതല്ല, പേരാറ്റിൻ കടവിലേക്കൊരു തീർത്ഥയാത്ര എന്ന ഈ ചരിത്രവുമായി ബന്ധപ്പെട്ട പാട്ട്. പിന്നെ ശാസ്ത്രീയമായ ബോധമുണ്ടാക്കുന്ന ചന്ദ്രനെ പറ്റിയിട്ട്, തങ്കത്താഴികക്കുടമല്ല താരാപഥത്തിലെ രഥമല്ല, അവിടെ ഏകാന്ത ശൂന്യത മാത്രമേ ഉള്ളൂ എന്ന പാട്ട്. പിന്നെ ചലനം 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 മാനവ ജീവിത പരിണാമത്തിൻ മയൂര സന്ദേശം. ഇങ്ങനെ ഏത് മേഖല എടുത്തു നോക്കിയാലും ആ മേഖലയിലെല്ലാം അദ്ദേഹത്തിന്റെ കഴിവ് തെളിയിച്ചിരുന്നു. നാടകഗാനങ്ങളാവട്ടെ, പിന്നെ കുറെ കുട്ടിപ്പാട്ടുകളുണ്ട് കേട്ടോ, കുട്ടിക്കഥകൾ, കുട്ടികൾക്ക് കഥ പറഞ്ഞു കൊടുക്കുന്ന കിഴക്ക് കിഴക്കൊരാന പൊന്നണിഞ്ഞ് നിൽക്കണ് എന്ന്. പിന്നെ പഞ്ചാര പാലുമിഠായി പുഞ്ചിരി പഞ്ചാര പാലുമിഠായി. പിന്നെ വില്ല് കെട്ടിയ കടുക്കനിട്ടൊരു വലിയമ്മാവൻ, തലയിൽ വെള്ളിരോമക്കുടുമയിട്ടൊരു വലിയമ്മാവൻ, കിഴക്ക് കിഴക്കൊരു പൂരവും മേളവും കാണാൻ പോയപ്പോൾ ഒരു വെളുത്ത കുതിരയെ വിലക്കു വാങ്ങിയ വലിയമ്മാവൻ എന്ന പാട്ട്. മണിച്ചിക്കാറ്റേ നുണച്ചിക്കാറ്റേ മയിലാടൻ കുന്നിലേ കൊതിച്ചിക്കാറ്റേ ഒന്നാം പൊന്നോണ പൂപ്പട കൂട്ടാൻ എന്ന പാട്ട്. മണ്ണാങ്കട്ടയും കരിയിലയും കൂടി മലക്ക് പോയി അച്ഛനും അമ്മയും കാണാതെ ആരോടും മിണ്ടാതെ. ഇങ്ങനെ വയലാറിന്റെ പാട്ടുകൾ എത്രയെത്ര മേഖലകളിലാണ് അദ്ദേഹം തന്റെ കഴിവ് തെളിയിച്ചത്. അതുകൊണ്ടാണ് വയലാർ എനിക്ക് മരണമില്ല എന്ന അദ്ദേഹത്തിന്റെ കവിത പോലെ വയലാറിന് മരണമില്ലാതെ മലയാളിയും മലയാളിയുടെ ഹൃദയത്തിൽ ആർദ്രതയും ഉള്ളിടത്തോളം കാലം ആ പാട്ടുകൾ നമ്മുടെ ഹൃദയത്തിൽ തങ്ങി നിൽക്കും. ഈ വർഷത്തെ വയലാർ അവാർഡ് നേടിയ ഏഴാച്ചേരി രാമചന്ദ്രന്റെ ഒരു പാട്ടിന്റെ ഒരു കവിതയുടെ ആദ്യത്തെ വരി പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന്റെ ആ ആർദ്രമായ സ്മരണയ്ക്ക് മുന്നിൽ ഞാൻ ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ്. ഒരു കുറി പിന്നെയും വരിക നീ മലയാള കവിതതൻ കരിമുകിൽ മുത്തേ, ഒരു കുറി വീണ്ടും നീ വരിക നീ ബലിത്തറയിലെ പൂവിൻ ചുവപ്പായി. ആ ബലിത്തറയിലെ പൂവിൻ ചുവപ്പായി ഈ പാട്ടിൽ, ഈ ഗാനലോല വീജികളിൽ നീ കൂടിയുണ്ടായിരുന്നെങ്കിൽ മറ്റെങ്ങ് നീ ഇവിടെ തന്നെയില്ലേ. വയലാർ നമ്മുടെ ഇവിടെ ഈ ഹൃദയത്തിൽ, നമ്മുടെ മനസ്സിൽ എപ്പോഴും കുടിയിരിക്കുന്ന ആ മഹാവ്യക്തിത്വത്തിന്റെ, മഹാകലാകാരന്റെ മുന്നിൽ കേരളത്തിൽ എല്ലാ ഗാനാസ്വാദകർക്കും എല്ലാ സഹൃദയർക്കും വേണ്ടി ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട്, പാവന സ്മരണക്ക് മുന്നിൽ തലകുനിച്ചുകൊണ്ട് ഈ വയലാർ രാമോർമ്മയുടെ അനുസ്മരണ പരിപാടിയിൽ ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ച സംഘാടകർക്ക് അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്ക് കേട്ടതിനും എന്നെ ക്ഷണിച്ചതിനും നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഭാഷണം ചുരുക്കുന്നു. നമസ്കാരം.
ഈ പരിപാടി, എൻ്റെ പ്രസംഗം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളെല്ലാവരും ഇത് ലൈക്ക് ചെയ്യണമെന്നും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും എല്ലാവരോടും ഹൃദയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു.